എറണാകുളം പാർലമെൻറ്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ ഇന്ന് തൃക്കാക്കര മണ്ഡലത്തിലാണ് പര്യടനം നടത്തുന്നത്. ഇപ്പോൾ വൈറ്റിലയിൽ നിന്ന് പര്യടനം ആരംഭിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? ഇപ്പോൾ ഓരോ ദിവസവും ചൂട് കൂടിക്കൂടി വരികയാണ്. പ്രചാരണവും ആ തരത്തിലാണോ? ചൂട് കൂടുന്നുണ്ട് എന്നുള്ളതൊരു സ്വാഭാവികമാണ്. പക്ഷെ എന്നാലും എന്താ പറയുക, അകത്തെ ചൂടും പുറത്തെ ചൂടും തെരഞ്ഞെടുപ്പ് ചൂടും എല്ലാം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ആവേശം കരുത്തായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പോളിംഗ് ഡേറ്റ് വരെയുള്ള വലിയൊരു കാലയളവാണ്. മുൻപ് ഉണ്ടായ അതിനേക്കാൾ കൂടുതൽ ദിവസങ്ങളുണ്ട്. ഇത് ഗുണമാണോ ചെയ്യുക? എങ്ങനെയാണ്? എന്നെ സംബന്ധിച്ച് എനിക്ക് ഗുണകരമായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം അത്രയും ആളുകളെ പരിചയപ്പെടാനും അത്രയും ആളുകളെ എന്നെ അറിയാനും ഒക്കെ ഉള്ള അവസരം കൂടിയാണ്. പ്രചരണത്തിൻ്റെ തിരക്കാണ്. പക്ഷേ ഇതിനിടയിൽ ഈ മറ്റ് വാർത്തകളൊക്കെ ശ്രദ്ധിക്കാൻ സമയമുണ്ടാകുന്നു. പ്രത്യേകിച്ച് ദേശീയ തലത്തിലൊക്കെ വലിയ വലിയ സംഭവങ്ങൾ നടക്കുന്നു. കേജ്രിവാൾ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും വീണ്ടും ചർച്ചയാകുന്നൊരു സാഹചര്യമല്ലേ ഉണ്ടാവുക, അല്ലേ? ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുക, തങ്ങൾക്കെതിരെ പറയുന്നവരെ ജയിലിലടയ്ക്കുക എന്നുള്ളത് ഫാസിസ്റ്റ് രീതിയാണ്. ആ ഫാസിസ്റ്റ് രീതി ഇന്ന് ഇന്ത്യക്കകത്ത് പല മേഖലകളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും അവസാനം കേജ്രിവാളിൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 7 നിയമസഭാ മണ്ഡലങ്ങളും ഇതിനകം തന്നെ പലതവണ സഞ്ചരിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു പിന്തുണ, അങ്ങനെ ഇപ്പോൾ ഒരുപക്ഷെ നമ്മളോട് പിന്തുണ നൽകിയിരുന്നവരായിരിക്കില്ല, പക്ഷേ അവരുടെയൊക്കെ പിന്തുണ ലഭിക്കുന്ന അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മുൻപെങ്കുമില്ലാത്ത വിധത്തിൽ ജനങ്ങൾ സ്വീകരിക്കുന്ന, സ്വാഗതം ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് വലതുപക്ഷ പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് തന്നെ നമുക്ക് നിങ്ങൾ വരേണ്ടത് ആവശ്യമാണ് എന്നുള്ള രീതിയിൽ നല്ല ഒരു ശുഭസൂചനയാണ് എല്ലാ മേഖലയിൽ നിന്നും ലഭിക്കുന്നത്. സ്ഥാനാർത്ഥി ഇന്ന് തൃക്കാക്കര മണ്ഡലത്തിൽ പര്യടനം തുടരുകയാണ്. വലിയ തരത്തിലുള്ള മുന്നേറ്റം അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള പിന്തുണ ഓരോ ദിവസവും ലഭിക്കുന്നു എന്നാണ് സ്ഥാനാർത്ഥി നമ്മളോട് പങ്കുവയ്ക്കുന്നത്.